ശാലൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 6 വർഷത്തെ ഡോക്ടറേറ്റ് ഇൻ ഫാർമസി പഠനത്തിന് ശേഷം മകൾക്ക് ഡോക്ടറേറ്റ് ലഭിക്കുന്ന ചടങ്ങിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് ഗംഭീരമായിരുന്ന ഒരു ചടങ്ങായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ദീർഘനാളത്തെ പഠനത്തിൻ്റെയും ഹാർഡ് വർക്കിങ്ങിൻ്റെയും എല്ലാം റിസൾട്ടായിരുന്നു ആ ദിവസം. പുഷ്പഗിരി ഫാർമസി കോളേജിൽ നിന്നും 6 വർഷത്തെ ഫാംഡി കോഴ്സിനു ശേഷം ഡോക്ടർ എന്ന നാമകരണത്തോടെ മകൾ പഠിച്ചിറങ്ങുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷങ്ങളായിരുന്നു അവ. ഒരു ഫുൾ ഡേ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് ഇത്. വീഡിയോ ലെങ്ത് വല്ലാതെ കൂടിപ്പോകുന്നതിനാൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കയറി കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. So Trojans, congratulations on your well-deserved success. Your efforts have really contributed to your success. Here at Pushpagiri, we value our intellectual capital and nurture it through a perfect blend of traditional the student's personality, so that every year the society at large is benefited with well-equipped professionals. We thank you from the bottom of our hearts. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. നിന്നാൽ പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിന്റെ വചനത്തിൻ സാക്ഷിയാകാൻ. Thank you all. Please be seated. The head of our institution, Professor Dr. Santosh M. Matthews, Principal, Pushpagiri College of Pharmacy. 22 ബാച്ച് ഫാംഡി വിദ്യാർത്ഥികളുടെയും 2019-22 ബാച്ച് ഫാംഡി പോസ്റ്റ് ബാക്കലോറിയറ്റ് വിദ്യാർത്ഥികളുടെയും ഗ്രാജുവേഷൻ സെറിമണിയായ അറ്റ് മെലിയോറയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ സെറിമണിയെ അധ്യക്ഷത വഹിക്കുന്ന ഞങ്ങളുടെ പൈട്രണം തിരുവല്ല അതിരൂപതാധ്യക്ഷനുമായ എസ് ഗ്രേസ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് പിതാവേ, ഇന്ന് വിശിഷ്ടതയായി ഇവിടെ എത്തി ഔദ്യോഗികമായി ഈ ഗ്രാജുവേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്യുന്ന കേരള കലാമണ്ഡലം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീ പി എൻ സുരേഷ് സാർ അവറുകൾ, വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ഐസക് പാറപ്പള്ളി ലച്ചൻ, പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഫാദർ എബി വടക്കുന്തല, Vice Principals, my dear faculty members, Reverend Fathers, Reverend Sisters, dear graduates and my dear parents. തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനവും സന്തോഷവുമുള്ള മുഹൂർത്തമാണ്. ഇങ്ങനെ വ്യത്യസ്തത പുലർത്തിയ ഈ ബാച്ച് ഇവിടെ നിന്നിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളിവിടുത്തെ നല്ല ഓർമ്മകളുമായിട്ട് പടിയിറങ്ങുക. എന്തെങ്കിലും പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. മുഖ്യ അതിഥി കലാമണ്ഡലം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീ പി എൻ സുരേഷ് സാറാണ്. ഏറ്റവും സ്നേഹത്തോടെ സുരേഷ് സാറിനെ ഈ ഗ്രാജുവേഷൻ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യും. വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ഐസക് പാറപ്പള്ളി ലച്ചൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിറ്റി ക്യാമ്പസിൻ്റെ എല്ലാ ചുമതലയും നിർവഹിക്കുന്നത് റവറൻഡ് ഫാദർ എ ബി വടക്കുന്തല അച്ഛനാണ്. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യും. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം PTA ഒരു അഭിവാജ്യ ഘടകം. എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായം ചെയ്യുന്നത് വൈസ് പ്രിൻസിപ്പൽസാണ് ഡോക്ടർ നിതിൻ മനോഹർ, മിസ്സസ് ജീനോ ജോസഫ്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇതികളിലായിട്ടുള്ളത് ശരിക്കും ഇന്നത്തെ ഗ്രാജുവേറ്റ്സ് ആണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത്. ഈ ദിവസം നിങ്ങളുടെ ഓർമ്മയിൽ എന്നും
ഒരു പ്രത്യേക ദിവസമായിട്ട് തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഗ്രാജുവേറ്റ്സിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ഗ്രാജുവേഷൻ സെറിമണി നടക്കുമ്പോൾ ഏറ്റവും അഭിമാനമുള്ളത് അവരുടെ പേരൻസിനാണ്. 6 വർഷത്തെ കാത്തിരിച്ച ശേഷം അവരുടെ മക്കൾ ഗ്രാജുവേറ്റ്സായിട്ട് തങ്ങളുടെ തൊഴിൽ മേഖലയിലേക്കൊക്കെ പോകുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാനും 2 ഗ്രാജുവേഷന് അറ്റൻഡ് ചെയ്ത ഒരു പേരൻ്റാണ്. എല്ലാ പേരൻസിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പുഷ്പഗിരിയിലെ ഇന്ന് തിങ്കളാഴ്ചയാണ്, എല്ലാവർക്കും തിരക്കേറിയ ദിവസമാണ്. ഈ ബാച്ചിൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരുന്ന ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഈ ഒരു ഗ്രാജുവേഷൻ ഈ ഡേയിലേക്ക് അറേഞ്ച് ചെയ്തത്. മൺഡേ ആയതുകൊണ്ട് പലർക്കും വന്നു ചേരാൻ പ്രയാസമുണ്ട്. അതുപോലെ തന്നെ പുഷ്പഗിരി ഒരു മഹാപ്രസ്ഥാനമാണ്. അപ്പം എല്ലാവരും അവരുടെ സാന്നിധ്യം കൊണ്ട് ഇതിനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭാവത്തിലും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ഫിലിപ്പ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം വർഗീസ്, ഡെപ്യൂട്ടി ഡയറക്ടറിനെയും വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് വേണ്ടി സഹായിച്ച ഡോക്ടേഴ്സിനെയും അവരുടെ അഭാവത്തിലും അവർ ചെയ്ത എല്ലാ സർവീസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your kind words and support. His Grace Most Reverend Dr. Thomas Mar Kurulos, Patron Metropolitan Archbishop തിരുവല്ല, പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഏറ്റവും ആദരണീയനായ ഇന്നത്തെ വിശിഷ്ടാതിഥിയും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനഭാജനവുമായിരിക്കുന്ന കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ആദരണീയനായ സുരേഷ് സാറ്, പുഷ്പഗിരി കുടുംബത്തിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറാളുമായ സ്നേഹമുള്ള പർപ്പിളച്ചൻ, ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് മാത്യു സാറ്, പ്രിയപ്പെട്ട എബിയച്ചൻ, സ്നേഹം നിറഞ്ഞ അധ്യാപകർ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഗ്രാജുവേറ്റ്സ്, ആദ് മെലിയോര എന്ന ആ ഒരു സംജ്ഞയിൽ നമ്മളുടെ ഈ വർഷത്തെ ഗ്രാജുവേറ്റ്സ് ഈ പടിയിറങ്ങുകയാണ്. ആദ് മെലിയോര എന്ന് പറഞ്ഞാൽ അത് ലത്തീൻ പദമാണ്. അതിൻ്റെ അർത്ഥം ഫോർ ബെറ്റർ, ടുവേഡ്സ് ബെറ്റർ, ടുവേഡ്സ് മോർ സ്ട്രെങ്ത്, ടുവേഡ്സ് മോർ അപ്രീസിയേഷൻ, ഹാർഡ് വർക്ക്. അപ്പോൾ ടുവേഡ്സ് മോർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ടുവേഡ്സ് ബെറ്റർ തിങ്സ്, ടുവേഡ്സ് ബെറ്റർ ഫ്യൂച്ചർ, ടുവേഡ്സ് ബെറ്റർ സർവീസ്, ടുവേഡ്സ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, ബെറ്റർ സ്കോളർഷിപ്പ്. ഇതെല്ലാമാണ്. അതെനിക്ക് വലിയ ഇഷ്ടം തോന്നി ആ വാക്ക് കേട്ടപ്പോൾ. അതിൽ ലത്തീനായതുകൊണ്ട് മാത്രമല്ല, ഞാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 6 വർഷത്തിന് മുമ്പ് ഈ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവർ +2 കഴിഞ്ഞു വന്ന വിദ്യാർത്ഥിനികളായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ കരങ്ങളിൽ തരുമ്പോൾ അവരൊരു ഡോക്ടർ എന്നുള്ളതായ ടൈറ്റിലോടുകൂടിയാണ് അവർ ഈ കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച ആ വിശ്വാസവും അതുപോലെ തന്നെ ആ വലിയ പ്രത്യാശയും പൂർത്തീകരിക്കാൻ സാധിച്ചു ഒരു പരിധിയെങ്കിലും എന്നുള്ളതായ വലിയ ആത്മാഭിമാനത്തിലാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളുമെല്ലാം ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ എല്ലാ നന്മയിലും പൂവണിയപ്പെടുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ദൈവം നമ്മുടെ മക്കളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനും പ്രാർത്ഥിക്കാനുമുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഒരു വാക്ക് നിങ്ങളോടും കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് എ മോമെൻ്റ് ഓഫ് ഗ്രേറ്റ് പ്രൈഡ് ഫോർ ഓൾ ഓഫ് യു ദാറ്റ് യു ഹാവ് കംപ്ലീറ്റഡ് വെരി വെൽ യുവർ career, especially this great area of pharmacy with a doctor title. It is through your hard work, there is no doubt, that you have achieved this great moment. My request and my humble suggestion, proposal to all of you is that
this should not end as your career, because nowadays I was just listening to one of the speeches of a great man, and he was saying work, employment, you should not go in search of employment, but employment should search for you. Employers should come to you, not you to them. അത് നമുക്ക് സാധിക്കും. റെവറൻഡ് ഡോക്ടർ ഐസക് പാറപ്പള്ളിയിൽ വികാസ് ജനറൽ ആർച്ച് ഡയസ് ഓഫ് തിരുവല്ല അച്ഛനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേണ്ടുന്ന എല്ലാ അറിവും ഈ മേഖലയിൽ നേടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബിയച്ചൻ എൻ്റെ അടുത്തിരുന്ന് പറയുകയായിരുന്നു, നല്ലൊരു ബാച്ചായിരുന്നു. ബെറ്ററായിട്ടുള്ള ഒരു സർവീസ്, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് അത് നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചതും അറിഞ്ഞതും നമ്മൾ സ്വരുക്കൂട്ടിയതുമായ കാര്യങ്ങൾ അന്വർത്ഥമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രൊഫഷൻ നമ്മൾ നന്നായി വിനിയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിനോട് നമുക്കൊരു പാഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ ആ പാഷൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുക. അതിനോട് എന്നും ജീവിതത്തിൻ്റെ അവസാനം വരെ ഇതിനോടൊരു പാഷൻ, അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, സിൻസിയറിറ്റി, ഈ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സന്തോഷം അത് നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷത്തോടുകൂടി ഈ പ്രൊഫഷൻ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ സന്തോഷത്തിലെല്ലാം ചെയ്യാൻ സാധിക്കണം. ഈ അടുത്തിടെ ആ റിസർച്ചിൻ്റെ പഠന വിഷയം ഒരു ചെറിയ കാര്യമാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഗുഡ് ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്സ് മേക്ക് എസ് മോർ ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ? സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഇതാണ്. ഈ പ്രൊഫഷനെ നമ്മൾ സ്നേഹിക്കുക, ഈ പ്രൊഫഷൻ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ചെയ്യുക. അതിനേക്കാൾ ഏറെ ഇതൊരു വലിയ ശുശ്രൂഷയാണ്. അനേകർക്ക് നന്മയാകുന്ന, അനേകരുടെ ജീവനുമായി ബന്ധപ്പെട്ട, അവരുടെ അനേകരുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ തീർച്ചയായും അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് വളരെ പാഷൻ, വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാനായിട്ടുള്ള ഒരു ഇച്ഛാശക്തി, ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വളരെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള 2 ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന് പ്രൊഫഷണൽ ക്വാളിറ്റീസ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. 6 വർഷത്തെ പഠനം, അതിലൂടെ നിങ്ങൾ ആർജിച്ചെടുത്ത ഒത്തിരിയേറെ അറിവ്. അതിനോട് ചേർത്ത് വയ്ക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചു. ഒരു വ്യക്തിയുടെ മഹത്വം എപ്പോഴും അളക്കപ്പെടുന്നതും നിർണ്ണയിക്കപ്പെടുന്നതും ആ വ്യക്തിയുടെ മൂല്യബോധമാണ്, ആ വ്യക്തിയിലുള്ള മൂല്യങ്ങളാണ്. അതാണ് രണ്ടാമത്തെ ഗുണം, പേഴ്സണൽ ക്വാളിറ്റീസ്. പ്രൊഫഷണൽ ക്വാളിറ്റീസൊക്കെ നമുക്കുണ്ടാകാം, പക്ഷേ പേഴ്സണൽ ക്വാളിറ്റി ഇല്ലെങ്കിലോ? ഇത് രണ്ടും ഒത്തുപോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രൊഫഷൻ, ആ ഒരു ശുശ്രൂഷ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പേഴ്സണൽ ഇരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ മക്കളൊക്കെ ഇന്ന് രൂപപ്പെട്ട് ഡോക്ടേഴ്സായി ഈ മേഖലയിൽ ഗ്രാജുവേഷനൊക്കെ പൂർത്തിയാക്കി കടന്നു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറെ പ്രബുദ്ധരാക്കിയെടുക്കുവാനും അവർ വളർന്നു വരുന്നത് കാണുവാനും അത് ഈ സ്ഥാപനത്തിലൂടെ തന്നെ വളർന്ന് കാണുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അച്ഛൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കായി നന്ദി. Opportunity to introduce the chief guest of the day is none other than P.N. Suresh sir, former Vice Chancellor of Kerala Kalamandalam University, who hails from Aranmula. സാറിനെ ദീപം കൊളുത്തി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു. ദീപം കൊളുത്തുന്നതിന് വേണ്ടി ഗ്രാജുവേറ്റ്സിൻ്റെ പേരൻസിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു പേരൻറ്റും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ഗ്രാജുവേറ്റും വരേണ്ടതാണ്. പ്രവർത്തിച്ച ജോസഫ് സർ. വൃക്ഷങ്ങളുടെ തൈയെടുത്ത് അതിൻ്റെ നാരായ വേര്, അതാണ് മെയിൻ റൂട്ട്, അതാണ് ഭൂമിയിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടത്. ആ ഭൂമിയിലുള്ള എല്ലാ ഊർജവും ശേഖരിച്ചുകൊണ്ട് അത് വലിയ വൃക്ഷമായി മാറി അത് ഭൂമിക്ക് തണലേകുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും
നൂറുകണക്കിന് ജീവജാലങ്ങൾക്ക് തണലാവുകയും സംരക്ഷണമാവുകയും ചെയ്യേണ്ട ആ വൃക്ഷത്തിൻ്റെ തൈകളെടുത്ത് അതിൻ്റെ നാരായ വേരറുത്ത് ചെറിയൊരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് 21 വർഷം കൊണ്ട് 1.5 സെൻറ്റിമീറ്റർ മാത്രമേ വളർന്നുള്ളൂ എന്ന് പറയുന്ന ബോൺസായി കൾച്ചർ. ആ ബോൺസായി കൾച്ചറിലാണ് ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. അതിനെതിരെ ജാഗ്രത പുലർത്തണം. ഇന്ന് പല ഭവനങ്ങളിലും മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെങ്കിൽ കൗൺസിലർ എന്ന് പറയുന്ന ഇടനിലക്കാരൻ ആവശ്യമായിരിക്കുന്നു എന്നത് ഈ ബോൺസായി കൾച്ചറിൻ്റെ ദുരന്ത ഫലമാണ്. അതായത് ഗ്രാൻഡ് പേരൻസുമായി ഇവരെ വർഷത്തിൽ 10 ദിവസമെങ്കിലും ചെലവഴിക്കാൻ അവരെ അനുവദിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഒരു ഫോട്ടോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാജുവേറ്റ്സ് സ്റ്റേജിലേക്ക് പ്ലീസ്. താങ്ക് യു ഓൾ. അടുത്തതായി ഇന്നത്തെ ഈ ഇവൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഗ്രാജുവേഷൻ സെർമണി. Graduation ceremony, it's an exciting time. It marks both the ending and the beginning. It's warm memories of the past and big dreams for the future. ഗ്രാജുവേഷൻ സെറമണി നിർവഹണത്തിനായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു. Also, I would like to invite all our graduates to receive their graduation certificates and medals from our honorable guests. Dr. Aksa S. Johns, daughter of Johnson Thomas and Mercy P. Thomas. Dr. Maria Anthony, daughter of T.K. Anthony and Chancy Anthony. Raise your right hands for oath. I swear by the Code of Ethics of Pharmacy Council of India in relation to community and shall act as an integral part of healthcare team for the laws and standards governing my profession. I shall strive to perfect and enlarge my knowledge to contribute to the advancement of pharmacy and public health, unless compelled to do so by the law. I shall associate with while I continue to keep this oath inviolate. May it be granted to me to enjoy life and the practice of pharmacy respected by all at all times.
May be their ways, me my Lord. Thank you. Thank you, sir. Now, you can proudly turn your caps to the right as graduates. Congratulations to the graduates. You have stepped on to yet another stone of your life. Now you may sit. PTA-ക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാധനായ പ്രസിഡന്റ് ശ്രീ റോബിൻ പീറ്റർ അവറുകളെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും എന്നും മനസ്സിൽ ഓർക്കാൻ കഴിയുന്ന കുറേ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഇന്ന് അവരുടെ എല്ലാം പേരിനോടൊപ്പം ഡോക്ടർ എന്നുള്ള ഒരു പേര് കൂടിയാണ് ഇവിടെ ആദരണീയനായ സുരേഷ് സാറിൻ്റെ കയ്യിൽ നിന്നും ഇവർ ഈ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. അതൊരു ജീവിതത്തിലെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പറയും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് എന്നുള്ളത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ എൻ്റെ സദസ്സിലുള്ള രക്ഷകർത്താക്കളിലേക്ക് നോക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആ ഒരു അഭിമാനവും സന്തോഷവും ഒരു സംതൃപ്തിയുമൊക്കെ പലരിലൂടെ മുഖങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. അത് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഞാൻ മനസ്സിലാക്കുന്നത് വിദേശത്ത് പോകുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷവും. ഏതാണ്ട് 38ഓളം വരുന്ന നമ്മുടെ വലിയ ഭാവി പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഡോക്ടറേറ്റ് നേടി ഈ കലാലയത്തിൽ നിന്നും വിട പറയുന്നത്. എത്ര തലങ്ങളിൽ നിങ്ങൾ എത്തിയാലും നിങ്ങളുടെ ഈ സ്ഥാപനത്തെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് നിങ്ങളെ ഇത്തരത്തിലേക്ക് പ്രാപ്തമാക്കിയ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ എപ്പോഴും മനസ്സിലുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇന്ന് പുതിയ കാലവും ആ കാലത്തിനനുസൃതമായിട്ടുള്ള ജീവിതശൈലിയും നമ്മൾ വളരെയേറെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നാളിതുവരെ ഈശ്വരൻ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ, ഇത്രയും കാലം നിങ്ങൾക്ക് പഠിക്കാൻ, നല്ല മാർക്ക് വാങ്ങാൻ, ഈ ഡിഗ്രികളൊക്കെ തന്നെ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അവസരങ്ങളെ എന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നതിനും വീണ്ടും നിങ്ങൾ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നല്ല വ്യക്തിത്വമുള്ള മനുഷ്യത്വമുള്ള സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ആ ഒരു വലിയ ചിന്തയോടുകൂടി ഈ ഡിഗ്രികൾ കരസ്ഥമാക്കുമ്പോൾ ഈ നേട്ടങ്ങൾ നേടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങളുടെ ഭാവി ജീവിതം ഏറ്റവും ഭാസുരമാകാൻ ഈശ്വരനോട് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടി പ്രാർത്ഥനാപൂർവമായിട്ടുള്ള എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Once again, congratulations to the batch of 2016-22. Go forth into this world and do great things. Thank you. ആശംസകൾ അർപ്പിക്കുന്നതിന് ഗ്രാജുവേറ്റ്സിന്റെ മാതാപിതാക്കളെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ മോൻസി തോമസ്, ഫാദർ ഓഫ് ഡോക്ടർ മീവൽ മോൻസി. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അടയാതൊരിക്കലും. I would like to invite Ms. Jeenu Joseph, Vice Principal, Administrator, Pushpagiri College of Pharmacy, to deliver the vote of thanks. With great pride, we assure that Pushpagiri College of Pharmacy has molded and refined your abilities and talents in such a way that you can face all your challenges boldly. We wish you all a bright future. Time is money, then you have spent millions for us. Thank you, one and all. Thank you, ma'am. Now, it's time to wind up the official ceremony. So, dear graduates, embarking on a journey which began some times ago, how could you have imagined all the things you had come to know? You have learned to use each challenge as an opportunity to overcome each problem despite adversity. ഈ സെർമണി ഇത്രയും മനോഹരമായത് നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഉണ്ടായത് കൊണ്ടാണ്. താങ്ക് യു ഓൾ. Freedom and bravery, there's a reason we sing of them in our national anthem. എല്ലാവർക്കും തൻ്റെ കോളേജ് ഓർമ്മകളിലേക്ക് മടങ്ങുവാനും എത്ര മനോഹരമായിരുന്നു ഓരോ നിമിഷവും എന്ന് വിലയിരുത്തുവാനും
കണ്ണു നനയിക്കും വിധം ഒരു വീഡിയോ ഇതാ നമ്മുടെ ഗ്രാജുവേറ്റ്സ് അവരുടെ 6 വർഷത്തെ കോളേജ് ജീവിതത്തിലെ ഓർമ്മകൾ കോർത്തിണക്കി ചെയ്തിരിക്കുന്നു. ലെറ്റ്സ് ഓൾ ഗിവ് ഇറ്റ് എ വാച്ച്. കുറച്ച് മലയാളം റാപ്പ് കേട്ടാലോ? മലയാളം റാപ്പ് എന്ന് പറയുമ്പോൾ എന്നെ ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തിച്ചത് ഈ പാട്ടാണ്. മെയിൻലി കൂടുതൽ പേര് കേട്ടിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ അൺഒഫീഷ്യൽ ആന്തമാണ്. അൺഒഫീഷ്യൽ ആന്തം. നമുക്ക് ആന്തം കേട്ട് തന്നെ തുടങ്ങാം എന്തായാലും, അല്ലേ? പൊളിക്കല്ലേ? പറഞ്ഞാൽ മറക്കണ്ട, ഫുൾ പവറിൽ എന്നോട് നിൽക്കണം. 1.5 മണിക്കൂർ. ഈ പാട്ടെല്ലാം എൻ്റെ കൂടെ പാടണം. ഓക്കെ, പാടാൻ റെഡിയല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ.